അപ്പോൾ ഡേ 3 ഓഫ് ഗെറ്റിംഗ് 100K സബ്സ്ക്രൈബേഴ്സ് ഓൺ യൂട്യൂബ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇതെൻ്റെ വണ്ടിയാണ്. ഇത് നമ്മൾ വാഷ് ചെയ്ത് കുട്ടപ്പനാക്കാൻ പോകണം. മൊത്തം അഴുക്കാണ്, ചെളി പിടിച്ചിരിക്കുകയാണ്. ഇത് അലോയൊക്കെ കണ്ട മൊത്തം അഴുക്ക മൊത്തം. ഇത് നമ്മൾ കഴുകി കുട്ടപ്പനാക്കാൻ പോകണം. ആദ്യം നമുക്ക് അകത്തുനിന്ന് തുടങ്ങാം. അകത്ത് മാറ്റിലൊക്കെ മൊത്തം പൊടിയാം. ഇത് മൊത്തം എടുത്ത് പുറത്താക്കി ഇത് മൊത്തം കളയണം. അപ്പോൾ രണ്ട് സൈഡിലെ മാറ്റ് എടുത്ത് മണ്ണ് മൊത്തം തട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിൽ ഇവളെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല, അത് ഞാൻ തന്നെ ചെയ്യണം. ഇനി ഇവിടെ ഒക്കെ ചെളി ഇത് മൊത്തം ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. നോർമലി ആൾക്കാരൊക്കെ വണ്ടി വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന മറ്റേ പ്രഷർ വാഷറൊക്കെ ഇട്ടടിച്ചിട്ടാണ്. അതുപോലത്തെ സംഭവങ്ങളൊന്നും നമ്മുടെ ഇല്ല ഭാഗ്യവശാൽ. പിന്നെ കാർ ഷാമ്പൂ കാര്യങ്ങളോ അതും ഇല്ല. നോർമൽ ഷാമ്പൂ വെച്ചിട്ട് ഇതുപോലത്തെ നോർമൽ ഓസ് വെച്ചിട്ടാണ് നമ്മൾ വണ്ടി കഴുകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന നല്ല പ്രഷർ വാഷറോ കാർ ഷാമ്പൂ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻസിൽ വന്നിടുവാണെങ്കിൽ നമുക്ക് വലിയ ഉപകാരമായിരിക്കും. ഒട്ടുമിക്ക ആൾക്കാരുടെ വണ്ടി കഴുകുന്നത് ഏറ്റവും വലിയ പാടുള്ളതാണ് ഈ അലോയ് കഴുകുക എന്നുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു പെയിൻറ്റ് ബ്രഷാണ്. ഇതേ ഉള്ളൊരു മാർഗ്ഗം. കാരണം അകത്തൊക്കെ ഇവിടെയൊക്കെ എൻ്റെ ഒത്തിരി സ്പോക്സ് ഉള്ള അലോയ്സാണ്. അപ്പം അത് അകത്തൊക്കെ കഴുകണമെങ്കിൽ പെയിൻറ്റ് ബ്രഷ് മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ. നല്ലോണം അങ്ങോട്ട് തേച്ചങ്ങോട്ട് കഴുകൊക്കെ പോട്ടെ അങ്ങോട്ട്. അപ്പോൾ അത് ഓൾമോസ്റ്റ് നമ്മുടെ വണ്ടി കഴുകൽ ഫിനിഷ് ആയിട്ടുണ്ട്. വണ്ടിക്ക് തിളക്കമൊക്കെ വന്ന് തുടങ്ങി. ഇത് അലോയ് കണ്ടില്ലേ, വണ്ടി തിളക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വണ്ടി കഴുകൽ വ്ളോഗ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്രഷർ വാഷറോ കാർ ഷാമ്പൂ ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ജസ്റ്റ് ലിങ്ക്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് കമൻസിൽ വന്നിട്ടേക്കണം. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.